ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 1-ലെ 3 സെക്ഷൻസ് ഡിസ്കസ് ചെയ്തു. സെക്ഷൻസ് 3, 4, 5. ചാപ്റ്റർ 1-ൽ ടോട്ടൽ സെക്ഷൻസ് 3 to 9 ആണ് ഉള്ളത്. 3, 4, 5 എന്തായിരുന്നു? 3 പറയുന്നത് ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഒരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റിവോക്കേഷൻ. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് ഓർ ഒമിഷൻ വഴി എന്നാണ് സെക്ഷൻ 3 പറയുന്നത്. സെക്ഷൻ 4 പറയുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. കമ്മ്യൂണിക്കേഷൻ ഓഫ് എ പ്രൊപ്പോസൽ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ദ ആക്സെപ്റ്റർ. കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ആസ് അഗെയിൻസ്റ്റ് പ്രൊപ്പോസർ എപ്പോൾ കംപ്ലീറ്റ് ആവുന്നു? ആസ് അഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ എപ്പോൾ കംപ്ലീറ്റ് ആവുന്നു? പിന്നെ റിവോക്കേഷന്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹു മേക്സ് ദ റിവോക്കേഷൻ ആൻഡ് ആസ് അഗെയിൻസ്റ്റ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്. അതാണ് സെക്ഷൻ 4. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. ഈ 5th പറയുന്നത് വെൻ റിവോക്കേഷൻ ക്യാൻ ബി മെയ്ഡ്. വെൻ റിവോക്കേഷൻ ക്യാൻ ബി മെയ്ഡ്, അതായത് എ ബിക്ക് ഒരു പ്രൊപ്പോസൽ കൊടുക്കുമ്പോൾ എക്ക് ആ പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യാൻ പറ്റും. അത് റിവോക്ക് ചെയ്യാൻ പോസിബിൾ ആവുന്നതിന് ഒരു ടൈം പീരിയഡ് ഉണ്ട്. ആ ടൈം പീരിയഡിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 5 പറയുന്നത്, വെൻ ഇറ്റ് ക്യാൻ ബി റിവോക്ഡ്. ഇനി നമുക്ക് സെക്ഷൻ 6-ലേക്ക് പോവാം. സെക്ഷൻ 6 പറയുന്നത്, സെക്ഷൻ 5 വെൻ ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് എന്നാണ് പറയുന്നത്. സെക്ഷൻ 6 പറയുന്നത് ഹൗ റിവോക്കേഷൻ ക്യാൻ ബി ഡൺ. ഹൗ റിവോക്കേഷൻ ഓഫ് പ്രൊപ്പോസൽ ക്യാൻ ബി ഡൺ. ഇതിന് 4 വേസിലാണ്, 4 ways the proposal can be revoked. നമുക്ക് ബാരാക്കിൽ നോക്കാം. ബാരാക്കിൽ പറഞ്ഞിരിക്കുന്ന റിവോക്കേഷൻ can be done in 4 ways. 1, ഇപ്പം എ ബിക്ക് ഒരു പ്രൊപ്പോസൽ കൊടുക്കുന്നു. ആ പ്രൊപ്പോസൽ റിവോക്ക് ചെയ്യണം. അപ്പൊ റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിവോക്കേഷന്റെ നോട്ടീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് ഒരു മെത്തേഡ്. അതായത് ബൈ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ ദ പ്രൊപ്പോസൽ ടു ദ അതർ പാർട്ടി. റിവോക്കേഷന്റെ നോട്ടീസ് അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊപ്പോസൽ റിവോക്ക് ആവും. അവിടെ ആ റിവോക്ക് ചെയ്യാൻ എപ്പം റിവോക്കേഷൻ ചെയ്യാം എന്നുള്ളതിന് ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്തു. സെക്ഷൻ 5-ലാണ് പറയുന്നത്. ഒരു വേ അതാണ്. രണ്ടാമത്തെ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോസലിൽ പറയും ഒരു ടൈം പീരിയഡ് കൊടുത്തിട്ടുണ്ടാവും. ഇന്ന ടൈം പീരിയഡിന്റെ ഉള്ളിൽ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടൈം പീരിയഡ് ലാപ്സ് ആയി കഴിഞ്ഞാൽ, ലാപ്സ് ഓഫ് ടൈം പ്രിസ്ക്രൈബ്ഡ് ഇൻ സച്ച് പ്രൊപ്പോസൽ ഫോർ ഇറ്റ്സ് ആക്സെപ്റ്റൻസ്, ആ ടൈം ലാപ്സ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആ പ്രൊപ്പോസൽ റിവോക്ക് ആവും. ഇനി സപ്പോസ് അങ്ങനെ ഒരു ടൈം പീരിയഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ലാപ്സ് ഓഫ് എ റീസണബിൾ ടൈം വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ്. അപ്പോൾ ആക്സെപ്റ്റൻസ് ഒരു റീസണബിൾ ഒരു ടൈം പീരിയഡ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ലാപ്സ് ആവും. അങ്ങനെ ടൈം പീരിയഡ് പ്രൊപ്പോസലിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈമിന്റെ ഉള്ളിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ലാപ്സ് ആയി പോകും. ഇനി മൂന്നാമത്തത്, ഇപ്പം ചില കേസസിൽ പ്രൊപ്പോസൽ കൊടുക്കുമ്പം അതിൻ്റെ കൂടെ ഈ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ടു ഫുൾഫിൽ എ കണ്ടീഷൻ പ്രസിഡന്റ് ടു ആക്സെപ്റ്റൻസ്. ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രൊപ്പോസൽ റിവോക്ക് ആവും. അതായത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണമെന്ന് പ്രൊപ്പോസലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫെയിലിയർ ഓഫ് ദ ആക്സെപ്റ്റർ ടു ഫുൾഫിൽ കണ്ടീഷൻ പ്രസിഡന്റ് ടു ദ ആക്സെപ്റ്റൻസിന് മുമ്പ് ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊപ്പോസൽ റിവോക്ക് ആവും. ഫോർത്ത് ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദ പ്രൊപ്പോസൽ. അപ്പം പ്രൊപ്പോസൽ കൊടുത്തതിന്റെ ശേഷം ഒന്നെങ്കിൽ അയാളുടെ ഡെത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ ഇൻസാനിറ്റി. അങ്ങനെയാണെങ്കിലും ഈ പ്രൊപ്പോസൽ റിവോക്ക് ആവും. പക്ഷെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്സെപ്റ്റർ ആ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫാക്ട് ഓഫ് ഡെത്ത് ഓർ ഇൻസാനിറ്റി അയാളുടെ നോളജിൽ വന്നിരിക്കണം. നോളജ് ഓഫ് ദ ആക്സെപ്റ്റർ ബിഫോർ ആക്സെപ്റ്റൻസ്. അപ്പൊ ആക്സെപ്റ്റർ അയാളുടെ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് ഇയാൾ മരിച്ചു എന്നുള്ള വസ്തുത, അല്ലെങ്കിൽ ഇയാൾ ഇൻസെയിൻ ആണെന്നുള്ള വസ്തുത ഈ ആക്സെപ്റ്ററിന് അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ കേസിലും ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഈ റിവോക്കേഷൻ പ്രൊപ്പോസൽ റിവോക്ക് ആയി പോകും. അതാണ് സെക്ഷൻ 6. ഇൻ ഹൗ മെനി വേസ് ക്യാൻ റിവോക്കേഷൻ ബി മെയ്ഡ്? 4 വേസ് ആണ്. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. സെക്കൻഡ്, ലാപ്സ് ഓഫ് ടൈം. തേർഡ്, ഫെയിലിയർ ടു ഫുൾഫിൽ ദ കണ്ടീഷൻ പ്രസിഡന്റ് ടു
acceptance, and fourth one death or insanity. Okay, ഇനി സെക്ഷൻ 7ലേക്ക് പോകും. സെക്ഷൻ 7 നമ്മൾ സെക്ഷൻ 2 ഒരു കാര്യം പഠിച്ചു. സെക്ഷൻ 2 പറയുന്നത് ഒരു പ്രൊപ്പോസൽ കൊടുത്തു കഴിയുമ്പോൾ മറ്റേയാൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ പ്രൊപ്പോസൽ പ്ലസ് ആക്സെപ്റ്റൻസ് വരുമ്പോൾ അതിനെ ഒരു പ്രോമിസ് എന്ന് പറയും എന്നാണ് സെക്ഷൻ 2B പറയുന്നത്. 2B. അപ്പോൾ പ്രൊപ്പോസൽ വെൻ ആക്സെപ്റ്റഡ്, it becomes a promise. ഓക്കെ, അപ്പം എങ്ങനെയായിരിക്കണം ആ ആക്സെപ്റ്റൻസ്? ആ ആക്സെപ്റ്റൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് സെക്ഷൻ 7 പറയുന്നത്. സെക്ഷൻ 7 പറഞ്ഞിരിക്കുന്ന ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി absolute and unqualified. Absolute and unqualified എന്ന് പറഞ്ഞാൽ അത് കണ്ടീഷണൽ ആയിരിക്കരുത്. അത് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് ആയിരിക്കണം, അബ്സല്യൂട്ട് ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് ആയിരിക്കണം. രണ്ടാമത് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദ ആക്സെപ്റ്റൻസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ സം യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനർ. ഒരു റീസണബിൾ മാനറിലായിരിക്കണം ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അൺലെസ് the proposal prescribes the manner in which it has to be accepted. ചിലപ്പം പ്രൊപ്പോസർ പറയും ഏത് രീതിയിൽ the manner in which the acceptance has to be communicated. എങ്ങനെ ചെയ്യണം എന്നുള്ളത് പ്രൊപ്പോസർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു യൂഷ്വൽ ആൻഡ് റീസണബിൾ മാനറിൽ ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഈ പ്രൊപ്പോസർ പറയുകയാണ് അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാനറിൽ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഇനി സപ്പോസ് ആക്സെപ്റ്റർ ആ മാനറിൽ ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വെക്കുക, ദ ആക്സെപ്റ്റൻസ് ഇസ് നോട്ട് മെയ്ഡ് ഇൻ സച്ച് മാനർ. അപ്പൊ പ്രൊപ്പോസർ എന്ത് ചെയ്യും? പ്രൊപ്പോസറിന് ആ ആക്സെപ്റ്റൻസ് അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം, ആ ആക്സെപ്റ്റൻസ് അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ എ റീസണബിൾ ടൈം പ്രൊപ്പോസർക്ക് ആക്സെപ്റ്ററിനോട് ഇൻസിസ്റ്റ് ചെയ്യാം. എന്ത്? പ്രൊപ്പോസൽ ഷാൽ ബി ആക്സെപ്റ്റഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. അപ്പം പ്രൊപ്പോസർക്ക് വിത്തിൻ എ റീസൺ, അയാൾക്ക് ആ ആക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാൾ പറഞ്ഞ മാനറിലല്ല ഇത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അയാൾക്ക് വിത്തിൻ എ റീസണബിൾ ടൈം ആ ആക്സെപ്റ്ററിനോട് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്റെ പ്രൊപ്പോസൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സപ്പോസ് അയാൾ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തില്ല, അയാൾക്ക് ആക്സെപ്റ്റൻസ് കിട്ടി, ആ മാനറിലല്ല അത് ആക്സെപ്റ്റ് ചെയ്തത്, പക്ഷെ ഹീസ് മെയിൻറ്റെയിനിങ് സൈലൻസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഹി ഫെയിൽസ് ടു ഡു സോ ഹി ആക്സെപ്റ്റ്സ് ദ ആക്സെപ്റ്റൻസ്. അയാൾ ഒന്നെങ്കിൽ അയാൾക്ക് ഇൻസിസ്റ്റ് ചെയ്യാം, ഞാൻ പറഞ്ഞ മാനറിൽ തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. സപ്പോസ് അയാൾ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഡീഫോൾട്ട് ആയിട്ട് അയാൾ അത് ആ ആക്സെപ്റ്റൻസ് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് സെക്ഷൻ 7. ഇനി സെക്ഷൻ 8. സെക്ഷൻ 8 പറയുന്നത് ആക്സെപ്റ്റൻസ് എങ്ങനെയാണ് ഇത് ആക്സെപ്റ്റൻസ് നടക്കുന്നത്. ഇപ്പം എ ബിക്ക് ഒരു പ്രൊപ്പോസൽ കൊടുത്തു. അപ്പം ഒരു പ്രൊപ്പോസൽ ബി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം ഇതിന്റെ അകത്ത് നമ്മൾ റെസിപ്രോക്കൽ പ്രോമിസസ് എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചല്ലോ. അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു പ്രോമിസ് പോകുന്നുണ്ടാവും, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പ്രോമിസ് പോകും. അപ്പം P1 is the consideration for P2 and P2 is the consideration for P1. അപ്പം ചിലപ്പം അങ്ങനെ ഇപ്പം എ ബിക്ക് ഒരു പ്രൊപ്പോസൽ കൊടുത്തു. അപ്പൊ ബി ആണ് ഇവിടുത്തെ ആക്സെപ്റ്റർ. അപ്പൊ ബി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊപ്പോസലിന്റെ കൂടെ വരുന്ന കൺസിഡറേഷൻ റിസീവ് ചെയ്യും. അതായത് ഈ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ബി അങ്ങോട്ടേക്ക് കൊടുക്കുന്ന പ്രോമിസിന്റെ കൺസിഡറേഷൻ ആയിരിക്കും അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഈ പ്രൊപ്പോസലിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു കൺസിഡറേഷൻ ബി ആക്സെപ്റ്റ് ചെയ്യുക, അതാണ് ഒരു കണ്ടീഷൻ. ദാറ്റ് ഈസ് ഹി ഈസ് റിസീവിംഗ് ദ കൺസിഡറേഷൻ. അല്ലെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊപ്പോസലിന്റെ കൂടെ ചില കണ്ടീഷൻസ് പ്രൊപ്പോസർ പറഞ്ഞിട്ടുണ്ടാവും, ആ കണ്ടീഷൻസ് പെർഫോം ചെയ്യുക. ഒന്നുകിൽ ആ പ്രൊപ്പോസ് ചെയ്യുന്ന ആള് പ്രൊപ്പോസറിന്റെ കൂടെ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രൊപ്പോസലിന്റെ കൂടെ പോയിട്ടുള്ള കൺസിഡറേഷൻ ആക്സെപ്റ്റ് ചെയ്യുക, റിസീവ് ചെയ്യുക. ഈ രണ്ട് കേസിൽ അപ്പം ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് അവിടെ വന്നില്ലേ. ഇപ്പം കണ്ടീഷൻസ് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ ആ കൺസിഡറേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് വരും. അതാണ് പെർഫോമൻസ് ഓഫ് ദ കണ്ടീഷൻസ് ഓഫ് എ പ്രൊപ്പോസൽ or the acceptance of any consideration for a reciprocal promise. അതാണ് റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ബിന്ന് എയിലേക്ക് പോകുന്ന പ്രോമിസിന് റെസിപ്രോക്കൽ ആയിട്ട് ഇവിടുന്ന് എന്ന് ബിയിലേക്ക് വേറൊരു പ്രോമിസ് പോകുന്നുണ്ടാവും. ആ പ്രോമിസ് ആണ് ദിസ് പ്രോമിസ്. ബി എക്ക് കൊടുക്കുന്ന പ്രോമിസിന്റെ കൺസിഡറേഷൻ ആണ് എ ബിക്ക് കൊടുക്കുന്ന പ്രോമിസ്. ആ കൺസിഡറേഷൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് ഈസ് ആൻ ആക്സെപ്റ്റൻസ് ഓഫ് ദ പ്രൊപ്പോസൽ. അപ്പോൾ രണ്ട് രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാം. ഒന്നുകിൽ ആ കണ്ടീഷൻസ് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ബി എക്ക് കൊടുക്കുന്ന
പ്രോമിസിന്റെ കൺസിഡറേഷൻ ആയിട്ട് എ ബിക്ക് കൊടുക്കുന്ന ആ കൺസിഡറേഷൻ റിസീവ് ചെയ്യുക. ബി എക്ക് കൊടുക്കുന്ന പ്രോമിസിന് കൺസിഡറേഷൻ ആയിട്ട് കൺസിഡറേഷൻ എ ബിക്ക് കൊടുക്കുന്നുണ്ട്. ആ കൺസിഡറേഷൻ റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊപ്പോസലിന്റെ കൂടെ പോകുന്ന കണ്ടീഷൻസ് പെർഫോം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ആക്സെപ്റ്റൻസ് ആ പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ആയി എന്നാണ് എടുക്കുന്നത്. ഇനി ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 9. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊപ്പോസൽ പ്ലസ് ആക്സെപ്റ്റൻസ്, പ്രൊപ്പോസൽ പ്ലസ് ആക്സെപ്റ്റൻസ് ഈസ് പ്രോമിസ് എന്ന് പഠിച്ചു. അപ്പം പ്രോമിസിൽ രണ്ട് സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് പ്രൊപ്പോസലും മറ്റേത് ആക്സെപ്റ്റൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് in so far as to the extent that the proposal or acceptance of any promise, ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രൊപ്പോസലോ ആക്സെപ്റ്റൻസോ is made in words, വാക്കാല ചെയ്തു കഴിഞ്ഞാൽ in വേർഡ്സിൽ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോമിസ് എക്സ്പ്രസ് പ്രോമിസ് ആണെന്ന് പറയും. എക്സ്പ്രസ് പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് വേണം. ഏതെങ്കിലും ഒന്ന്, ഒന്നെങ്കിൽ പ്രൊപ്പോസൽ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ്, ഏതെങ്കിലും ഒന്ന് വേർഡ്സിലാണ് ആ മേക്ക് ചെയ്തതെങ്കിൽ ഇറ്റ്സ് മെയ്ഡ് ഇൻ വേർഡ്സ്, അപ്പൊ നമ്മൾ ആ പ്രോമിസിനെ എക്സ്പ്രസ് പ്രോമിസ് എന്ന് പറയും. ഇനി അടുത്തതാണ് ഇംപ്ലൈഡ് പ്രോമിസ്. ഇംപ്ലൈഡ് പ്രോമിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അതർവൈസ് ദാൻ ഇൻ വേർഡ്സ്. വേർഡ്സ് അല്ലാതെ, അതർവൈസ് ദാൻ ഇൻ വേർഡ്സ് ആണെങ്കിൽ അത് എക്സ്പ്രസ് ഇതാണ്, അതർവൈസ് ദാൻ ഇൻ വേർഡ്സ് അത് ചിലപ്പോൾ വല്ല കോണ്ടാക്റ്റിലൂടെയൊക്കെ ആയിരിക്കാം. വേർഡ്സിലല്ലാതെ അതർവൈസ് ദാൻ ഇൻ വേർഡ്സ് ആണെങ്കിൽ അത് ഇംപ്ലൈഡ് പ്രോമിസ് ആണ്. അപ്പോൾ എക്സ്പ്രസ് പ്രോമിസ് എന്ത്, ഇംപ്ലൈഡ് പ്രോമിസ് എന്താന്നുള്ളതാണ് സെക്ഷൻ 9 പറയുന്നത്. അപ്പൊ ഇവിടെ ചാപ്റ്റർ 1 എൻഡ് ആവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചാപ്റ്റർ 2ലേക്ക് പോവാണ്. ചാപ്റ്റർ 2 പറയുന്ന കാര്യങ്ങള്, ചാപ്റ്റർ 2 ഒരു വലിയ ചാപ്റ്റർ ആണ്. അതിൽ 10 തൊട്ട് 30 വരെയുള്ള സെക്ഷൻസ് ഉണ്ട്. ഇതിൽ 3 കാര്യങ്ങളെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കോൺട്രാക്ട്സ് എന്താണ്, പിന്നെ വോയിഡബിൾ കോൺട്രാക്ട്സ് എന്താണ്, പിന്നെ വോയിഡ് അഗ്രിമെന്റ്സ് എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് ഈ അവസാന ഭാഗം ഉണ്ടല്ലോ, ഈ സെക്ഷൻ 24 to 30, ഇത് മുഴുവൻ വോയിഡ് അഗ്രിമെന്റ്സിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ഇതിന് ഇടയ്ക്ക് ഇതിന്റെ മിഡിൽ ഭാഗത്ത് വോയിഡബിൾ കോൺട്രാക്ട്സിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ആദ്യം കോൺട്രാക്ട്സിനെ പറ്റി. അപ്പം ഇതിൽ ഞാൻ ചാപ്റ്റർ 2ന്റെ ഒരു ഓവർവ്യൂ തരാം. ഓവർവ്യൂ തന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 2ന്റെ ഒരു ഓവർവ്യൂ ആണ്. അപ്പം ചാപ്റ്റർ 2 പറയുന്നത് സെക്ഷൻ 10 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സെക്ഷൻ 10 മുതൽ സെക്ഷൻ 30 വരെ. ഈ സെക്ഷൻ 10 പറയുന്നത് വാട്ട് എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ്, ഏതൊക്കെ എഗ്രിമെന്റ് ആണ് കോൺട്രാക്റ്റ് ആയി മാറുന്നത്, അതാണ് സെക്ഷൻ 10 പറയുന്നത്. അപ്പൊ സെക്ഷൻ 10ന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നത് all agreements are contracts. എപ്പോഴാണ് അത് കോൺട്രാക്ട് ആവുന്നത്? ഇതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്. ആ ഏതൊക്കെ പാർട്ടീസ് ആണോ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് അവരുടെ ഫ്രീ കൺസെന്റ് വേണം. ഓഫ് ദ പാർട്ടീസ്, ഈ പാർട്ടീസിന് ഒരു പാർട്ടീസ് ഷുഡ് ബി കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. അപ്പൊ കോൺട്രാക്ട് ചെയ്യാൻ ഒരു കോമ്പീറ്റൻസി, അതായത് ഒരു കേപ്പബിലിറ്റി വേണം അവർക്ക്. ആ കേപ്പബിലിറ്റി എന്താന്നുള്ളത് നോക്കണം. പാർട്ടീസ് കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. അത് മാത്രമല്ല, പിന്നെ ഇറ്റ് ഷുഡ് ബി ഫോർ എ lawful consideration and lawful object. ഈ ഒരു കണ്ടീഷൻ കൂടെ ഫുൾഫിൽ ചെയ്യണം. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ഇറ്റ് ഷുഡ് ബി നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലയർഡ് ആസ് വോയിഡ്. അതായത് ചില അഗ്രിമെന്റ്സ് ലോ തന്നെ പറയുന്നത് they are expressly declared as void. അത് പറ്റില്ല. ഇതാണ് സെക്ഷൻ 10 പറയുന്നത്. സെക്ഷൻ 10 പറയുന്നത് ഏതൊക്കെ അഗ്രിമെന്റ്സ് ആണ് കോൺട്രാക്ട്സ് ആവുന്നത്? മെയ്ഡ് ബൈ ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ് ഹു ആർ കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. ഈ പാർട്ടീസ് കോമ്പീറ്റന്റ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ ഫോർ എ
for lawful consideration and lawful object and not expressly declared as void. ഇത്രയും കാര്യങ്ങളാണ് ഈ കണ്ടീഷൻസ്, ഈ 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്ട് ആയി മാറും. അപ്പം ഇതിൻ്റെ അകത്ത് അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൂ ആർ കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൂ ആർ കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്? ഹൂ ആർ കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്? ഞാൻ പറഞ്ഞു ഈ സംഭവം ഈ പറഞ്ഞിരിക്കുന്ന ഇതാ, വാട്ട് എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ് ആണ് സെക്ഷൻ 10. അപ്പോൾ ഹൂ ആർ കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട് എന്നതാണ് അടുത്ത സെക്ഷൻ 11 ആൻസർ ചെയ്യുന്നത്. അപ്പം ഹൂ ആർ കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട് MUD അത് ഓർത്തിരുന്നാൽ മതി. അതായത് ദോസ് ഹൂ ആർ, ഇത് നെഗറ്റീവിലാണ് ആൻസർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ദോസ് ഹൂ ആർ നോട്ട് മൈനർ ആയിരിക്കരുത്, not of unsound mind and not disqualified by law. ഇങ്ങനത്തെ ആൾക്കാർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആക്ട് പറയുന്നത് he should have attained an age of majority, അയാൾ മൈനർ ആയിരിക്കരുത്. He should be of sound mind. That means he should not be a person of unsound mind and he should not be disqualified by law. ഇതാണ് സെക്ഷൻ 11 പറയുന്നത്. Who are competent to contract? അപ്പൊ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വന്നു. അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നില്ലേ? അപ്പം വാട്ട് ഈസ് സൗണ്ട് മൈൻഡ്? വാട്ട് ഈസ് സൗണ്ട് മൈൻഡ് ഫോർ ദ പേർപ്പസ് ഓഫ് കോൺട്രാക്ടിങ്? ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സെക്ഷൻ 12 ആൻസർ ചെയ്യുന്നത്. സെക്ഷൻ 12 ആൻസർ ചെയ്യുന്നത് വാട്ട് ഈസ് മെന്റ് ബൈ സൗണ്ട് മൈൻഡ്. ഞാനത് പറയുന്ന ഈ മൈൻഡ് മാപ്പ് ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി, ഈ മാപ്പ്. അപ്പം സെക്ഷൻ 10 ഇതെല്ലാം പറയുന്നു. സെക്ഷൻ 11 പറയുന്ന ഹൂ ആർ കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. ആ കോമ്പീറ്റന്റ് കോൺട്രാക്റ്റിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് സൗണ്ട് മൈൻഡ് എന്നൊരു പ്രൊവിഷൻ വന്നു. അപ്പൊ ഈ സൗണ്ട് മൈൻഡ് എന്താണെന്നുള്ളതാണ് സെക്ഷൻ 12 പറയുന്നത്. ഇനി ലെറ്റ് us come to this picture. ഈ പിക്ചറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൺസെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം പറയുന്നുണ്ട്. അതായത് പാർട്ടീസ് അഗ്രിമെന്റ് കോൺട്രാക്ട് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്. ഈ കൺസെന്റ് എന്താ എന്ന് പറയുന്നതാണ് സെക്ഷൻ 13. സെക്ഷൻ 13 കൺസെന്റ് എന്താന്ന് പറയുന്നത്. ഇനി ഫ്രീ കൺസെന്റ് എന്താണെന്നുള്ളത് ആണ് സെക്ഷൻ 14 പറയുന്നത്. കൺസെന്റ് എന്താണെന്നുള്ളത് സെക്ഷൻ 13 പറയുന്നു. കൺസെന്റ് എന്താണെന്നുള്ളത് പറയുന്നത് they should agree upon the same thing in the same sense. അതാണ് കൺസെന്റ്. പക്ഷെ ഒരു കോൺട്രാക്ട് അഗ്രിമെന്റ് കോൺട്രാക്ട് ആവാൻ കൺസെന്റ് മാത്രം പോരാ, ഫ്രീ കൺസെന്റ് വേണം. റിയൽ കൺസെന്റ് പോരാ, ഫ്രീ കൺസെന്റ് വേണം. ആ ഫ്രീ കൺസെന്റ് എന്താണെന്നുള്ളതാണ് സെക്ഷൻ 14 പറയുന്നത്. അപ്പൊ ഫ്രീ കൺസെന്റ് എന്താണ്? A consent is said to be free if it is not influenced by കുറെ കാര്യങ്ങൾ. If it is not caused by. കൺസെന്റ് എപ്പോഴും ഫ്രീ ആവുന്നത്? കൺസെന്റ് ഫ്രീ ആവുന്നത് when it is not caused by, ഇതും നെഗറ്റീവ് ആൻസർ, when it is not caused by coercion. coercion ആണ് സെക്ഷൻ 15 പറയുന്നത്. ഇനി undue influence. undue influence ആണ് നെക്സ്റ്റ് സെക്ഷൻ 16 പറയുന്നത്. ഇനി മൂന്നാമത്തത് ഫ്രോഡ്. അത് ഫ്രോഡ് വഴി ആയിരിക്കരുത് ഒബ്റ്റൈൻ ചെയ്തിരിക്കുന്നത്, സെക്ഷൻ 17 പറയുന്നു. ഫോർത്ത് പറയുന്നത് മിസ്റെപ്രസെന്റേഷൻ. റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എന്നർത്ഥം. മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. അത് സെക്ഷൻ 18 പറയുന്നു. ഇനി ഞാൻ സെക്ഷൻ 20ലേക്കാണ് പോകുന്നത്. സെക്ഷൻ 20 പറയുന്നത് മിസ്റ്റേക്ക്. മിസ്റ്റേക്കിനെ പറ്റിയാണ് പറയുന്നത്. mistake as to matter of fact. ഇത് അങ്ങനെയുള്ള ഒരു അഗ്രിമെന്റ് void ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്രിമെന്റ് void. Mistake as to matter of fact. ഈ mistake is made by both parties. ഓക്കെ, ഇതാണ് സെക്ഷൻ 20 പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു സെക്ഷൻ 19 ഉണ്ട്. സെക്ഷൻ 19 ഉണ്ട്, സെക്ഷൻ 19A ഉണ്ട്. സെക്ഷൻ 19 പറയുന്നത് വോയിഡബിലിറ്റി ഓഫ് അഗ്രിമെന്റ്സ്. വോയിഡബിലിറ്റി ഓഫ് അഗ്രിമെന്റ്സ്, അതായത് ഈ കൺസെന്റ് നമ്മൾ ഒബ്റ്റൈൻ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഈ കോയേഷൻ അണ്ടി ഇൻഫ്ലുവൻസ് ഒക്കെ വഴി നമ്മൾ കൺസെന്റ് ഒബ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒബ്റ്റൈൻ ചെയ്യുന്ന
ആ കോൺട്രാക്ടിന്റെ വോയിഡബിലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഇത് പവർ ടു സെറ്റ് അസൈഡ് എ കോൺട്രാക്ട്, പവർ ടു സെറ്റ് അസൈഡ് എ കോൺട്രാക്ട് which is obtained by undue influence, influenced by, which is induced by undue influence. ഇതാണ് സെക്ഷൻ 19A പറയുന്നത്. നമ്മൾ 20 വരെ കവർ ചെയ്തു. ഇനി 21, 22 പറയുന്നത്, 21 പറയുന്നത് മിസ്റ്റേക്ക് ആസ് ടു ലോ. ഒരു മിസ്റ്റേക്ക് ആസ് ടു ലോ. ഇവിടെ മിസ്റ്റേക്ക് ആസ് ടു മാറ്റർ ഓഫ് ഫാക്ട് 20 പറയുന്നത്, 21. ഇനി 22 പറയുന്നത് കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓഫ് വൺ പാർട്ടി. ഒരു പാർട്ടിയുടെ മിസ്റ്റേക്ക് ആണ്. മിസ്റ്റേക്ക് ഓഫ് വൺ പാർട്ടി ആസ് ടു എ മിസ്റ്റേക്ക് ഓഫ് സബ്ജക്ട് മാറ്റർ, as to a mistake of fact, as to a matter of fact. Okay, as to a matter of fact. Section 20 പറയുന്നത് by both parties ആണ്. Section 22 പറയുന്നത് by one party ആണ്. 21 പറയുന്ന മിസ്റ്റേക്ക് ആസ് ടു എ മാറ്റർ ഓഫ് ലോ. അതായത് ഇവിടെ ലോയിലാണ് മിസ്റ്റേക്ക് വരുന്നത്. 20ലും 22ലും മാറ്റർ ഓഫ് ഫാക്റ്റിലാണ് മിസ്റ്റേക്ക് വരുന്നത്. ഇനി 23 പറയുന്നത് ഏതൊക്കെ കൺസിഡറേഷൻസും ഓബ്ജക്ട്സുമാണ്, കൺസിഡറേഷൻസ് ആൻഡ് ഓബ്ജക്ട്സ് ലോഫുൾ ആവുന്നത് എപ്പോഴാണ് കൺസിഡറേഷൻസും ഓബ്ജക്ട്സും ലോഫുൾ ആവുന്നത്, അതാണ് സെക്ഷൻ 23 പറയുന്നത്. ഇനി 24 തൊട്ട് അങ്ങ് 30 വരെ എല്ലാ എഗ്രിമെന്റ്സും നേരത്തെ പറഞ്ഞ മാതിരി വോയിഡ് എഗ്രിമെന്റ്സിനെ പറ്റിയാണ് പറയുന്നത്. എഗ്രിമെന്റ്സ് വോയിഡ് ആവുന്നതിനെ പറ്റിയാണ് പറയുന്നത്. 24 പറയുന്നത് ഒരു അഗ്രിമെന്റ് വിത്ത് അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ്, അങ്ങനെയുള്ള അഗ്രിമെന്റ് വോയിഡ് ആയിരിക്കും ഇൻ പാർട്ട്. ഓക്കെ. 25 പറയുന്നത് അഗ്രിമെന്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു അഗ്രിമെന്റ് ആണെങ്കിൽ അങ്ങനത്തെ അഗ്രിമെന്റും വോയിഡ് ആയിരിക്കും. പിന്നെ 26, 27, 28, 29, 30 ഇത് ഒക്കെ ചില ഇൻ റെസ്ട്രെയിന്റ് ഓഫ് മാരേജ് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്താൽ ആ അഗ്രിമെന്റ് വോയിഡ് ആയിരിക്കും. 27 പറയുന്നത് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്, അങ്ങനത്തെ അഗ്രിമെന്റ് വോയിഡ് ആയിരിക്കും. 28 പറയുന്ന ഇൻ റെസ്ട്രെയിന്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് ആ അഗ്രിമെന്റ് വോയിഡ് ആയിരിക്കും. പിന്നെ പറയുന്ന ഒരു അഗ്രിമെന്റ് ഫോർ അൺസർട്ടനിറ്റി, അതായത് ഇപ്പോൾ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്, പക്ഷെ ആ അഗ്രിമെന്റിലെ ടേംസ് സർട്ടൺ അല്ല, അങ്ങനത്തെ അഗ്രിമെന്റും വോയിഡ് ആയിരിക്കും. പിന്നെ 30 പറയുന്നത് ബൈ വേജർ, അഗ്രിമെന്റ് ബൈ മീൻസ് ഓഫ് വേജർ, അതായത് ബെറ്റ് ചെയ്യുന്ന അഗ്രിമെന്റ്സ്, അതും വോയിഡ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ചാപ്റ്റർ 2 പറയുന്ന സെക്ഷൻസ് 1 to 30. ഞാനിതൊരു ഒരു ഓവർവ്യൂ തന്നു എന്നേ ഉള്ളൂ. നമുക്ക് അടുത്തതിൽ ഇത് ഓരോന്നിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം, സെക്ഷൻ 10 തൊട്ട് 30 വരെ. ഓക്കെ.